സദ്യ കഴിക്കുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഫേവറേറ്റ് ഡിഷ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? അങ്ങനെ ഞാൻ 2-3 തവണ വാങ്ങിച്ച് കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അതാണ് നമ്മുടെ കൂട്ടുകറി. കൂട്ടുകറി ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? തലേ ദിവസം കുതിർത്ത് വെച്ച 1 കപ്പ് കടലയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക. നല്ലോണം വെന്ത കടലയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഏത്തക്കായും ചേനയും കൂടി ചേർക്കുക. ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് വീണ്ടും അടുപ്പത്ത് വെക്കുക. നമ്മൾ ചേർത്ത ചേനയും ഏത്തക്കായൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പിടി നാളികേരവും പിന്നെ ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് അരയ്ക്കണം. എല്ലാ കറിയിലും നമ്മൾ മഷി പോലെയാണ് അരയ്ക്കുന്നതെങ്കിൽ കൂട്ടുകറിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. നമ്മുടെ ചേനയും കായൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. വെന്ത് കുഴയരുത് കേട്ടോ. അതുപോലെ കടലയും വെന്ത് കുഴയരുത്. എല്ലാം ഒന്ന് കടിക്കാൻ കിട്ടണം. ഈ ഒരു പരിവായ മതി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച ആ നാളികേരത്തിന്റെ കൂട്ടിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്ന വരെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. മെഷർമെന്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു സൈസിലുള്ള ശർക്കര നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ചേർക്കുക. കൂട്ടുകറിയിൽ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. വെള്ള ശർക്കരയോ ബ്രൗൺ ശർക്കരയോ ഏത് വേണമെങ്കിൽ ചേർക്കാം. ഇനി വറുത്തിടാനായിട്ട് 1 കപ്പ് നാളികേരം, കുറച്ച് വറ്റൽമുളകും ജീരകവും എടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളകും നാളികേരവും ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. കൂട്ടുകറിയിൽ അത്യാവശ്യം വെളിച്ചെണ്ണയും നാളികേരവും ഒക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടിയും ചേർത്ത് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കുക. ഈ സമയമാകുമ്പോൾ നമ്മുടെ വെന്ത കടലയും ചേനയും കായയുടെ ആ കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇടുക. ഇനി തിരിച്ച് അങ്ങോട്ട് ഇട്ടാലും പ്രശ്നമില്ല. ഇനി എന്താ, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകാരിയുടെ റെഡിയായി. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.